ഇപ്പം മഴയുടെ ഒരു സീസണാണല്ലോ, അപ്പം തണുപ്പുകളൊക്കെ കൂടി വരുന്ന ഒരു കാലമാണ്. അപ്പം ഇപ്പൊ ഈ മഴക്കാലത്തും ഈ തണുപ്പിന്റെ ഒക്കെ ഒരു കാലം കൂടെ ഒക്കെ വരുന്നത് കൊണ്ട് നമ്മുടെ അക്യുപഞ്ചറിൽ അതിനെ പറ്റിയ ചികിത്സാ കാര്യങ്ങൾ എന്താണുള്ളത്? പിന്നെ ഈ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ എന്തൊക്കെയാണ്? ആക്ച്വലി നമുക്ക് മഴക്കാലം ആകുമ്പം ഭയങ്കരമായിട്ട് ഡിസീസസ് ഭയങ്കര കൂടുതലാവുന്ന അവസ്ഥ വരുന്നത് ഈ ആർത്രൈറ്റിക്സ് പേഷ്യൻസ് ആണ്. സന്ധിവാദം, ആമവാദം എന്നൊക്കെ പറയുന്നില്ലേ. അപ്പൊ ഈ സന്ധിവാദം ഉള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര തണുപ്പത്ത് നമുക്ക് എണീക്കാൻ പറ്റില്ല, ജോയിന്റ് മൊത്തം ഇങ്ങനെ എന്താ പറയുക ക്രാംസ് ആയി പോവും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് മോക്സിബേഷൻ എന്ന് പറയും. മോക്സിബേഷൻ എന്ന് പറഞ്ഞാൽ മോക്സ ഇസ് ദ ചൈനീസ് ഹെർബൽ മെഡിസിൻസ് ആണ്. അത് വെച്ചിട്ട് നമ്മൾ തീ കത്തിച്ച് നമ്മുടെ ചന്ദനത്തിരി പോലെയൊക്കെ ഇരിക്കും. ഇപ്പം ഈ കാണുന്ന അത് തന്നെയാണ് അത്. അപ്പം അത് വെച്ചിട്ട് ഇങ്ങനെ ചൂട് കൊടുക്കുക. മുട്ടിക്കാൻ പാടില്ല, മുട്ടിച്ച് കഴിഞ്ഞാൽ പൊള്ളിപ്പോവും. അല്ലാണ്ട് തന്നെ നമ്മുടെ ഒരു ഹീറ്റ് സ്റ്റിമുലേഷൻ, കാരണം തണുത്ത ക്യാരക്ടറുള്ള ഒരു ഡിസീസസിനെ നമ്മൾ ഹോട്ട് കൊണ്ടിട്ട് ചൂട് കൊണ്ടിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതിന് പറ്റിയ ഏറ്റവും നല്ലൊരു ചികിത്സയാണ് നമ്മുടെ ഈ പറയുന്ന മോക്സിബേഷൻ തെറാപ്പി. പ്ലസ് നമുക്കൊരു കപ്പിംഗ് തെറാപ്പി ഉണ്ട്. കപ്പിങ്ങിൽ എസ്പെഷ്യലി ഹോട്ട് കപ്പിംഗ് അഥവാ ഫയർ കപ്പിംഗ് എന്ന് പറയും. ആ ഫയർ കപ്പിംഗ് എന്ന് പറയുമ്പം കപ്പിൽ ഫയർ വെച്ചിട്ട് അതിൻ്റെ ചൂട് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അത്തരം തരത്തിൽ ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ മാറ്റം വരാറുണ്ട്. പ്രത്യേകിച്ച് തണുപ്പ് കാലത്ത് നമ്മൾ അത്തരം തരത്തിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുമുണ്ട്. പ്ലസ് നമ്മൾ പറയും മഴയത്ത്, ഞാൻ പറയുകയാണെങ്കിൽ മഴയത്ത് ഇമ്മ്യൂണിറ്റി പവർ കൂടാനായിട്ട് നമുക്ക് പ്രകൃതി തന്നിട്ടുള്ള കുറേ അനുഗ്രഹങ്ങളുണ്ട്. വെയിലായാലും മഴയായാലും ഇതൊക്കെ നമ്മുടെ ശരീരവുമായിട്ട് കണക്റ്റഡ് ആണ്. കാരണം നമുക്ക് ഈ പറയുന്ന വലിയൊരു മൈക്രോ സിസ്റ്റത്തിൻ്റെ ഒരു മാക്രോ സിസ്റ്റമാണ് നമ്മൾ. അപ്പോൾ ആ ഒരു പ്രപഞ്ചത്തിലെ ചെറിയൊരു അണു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അതുമായിട്ട് അഡോപ്റ്റ് ചെയ്തിട്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ ഭയങ്കരമായിട്ട് കൂടും. നമുക്ക് ഒരു രോഗം വരത്തില്ല. മഴയാണെങ്കിൽ മഴയത്തിറങ്ങി കുളിക്കണം. 90s കിഡ്സ് ഒക്കെ കണ്ടില്ലേ, മഴയത്ത് സൈക്കിൾ ഓടിക്കുക അല്ലേ, അങ്ങനെയൊക്കെ പോകുമ്പോൾ നല്ല രസമാണ്. അവർക്കൊന്നും ഒരു രോഗം വരാറില്ല. മഴയത്ത് മഴ നനയുക, വെയിലുണ്ടോ വെയിൽ കൊള്ളുക. കാരണം വൈറ്റമിൻ ഡി ഏറ്റവും കൂടുതൽ ഇപ്പോൾ പല ആൾക്കാരും സപ്ലിമെൻ്റ് ആയിട്ടൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ നമുക്ക് വെയിൽ കൊള്ളണം. ഓൺലി ഫ്രം ദ സൺലൈറ്റ് ആണ് കിട്ടുക. അപ്പോൾ വെയിലത്ത് വെയിൽ കൊള്ളുക, മഴയത്ത് മഴ നനയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതിയാവും. പിന്നെ കുറേ കൂടി പലരും പറയും ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇമ്മ്യൂണിറ്റി കുറവാണ്. ചെറുതായിട്ട് മഴ നനഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർക്ക് തുമ്മലും ജലദോഷം ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. പക്ഷെ ജലദോഷമൊക്കെ വന്നോട്ടെ, കാരണം അതൊരു ടോക്സിൻസ് റിമൂവലാണ്. ഉള്ളിലുള്ള ഇൻഫ്ലമേഷനൊക്കെ പുറത്തു പോകുന്നത് നല്ലതല്ലേ. അപ്പം അതൊക്കെ നല്ലതാണ്. അപ്പം മഴ നനയുക എന്നുള്ളതാണ് പറയാനുള്ളത്. തേങ്ങ കഴിക്കുക, തേങ്ങാപ്പാൽ കുടിക്കുക, മാങ്ങ, ചക്ക, ഇങ്ങനത്തെ പേരക്ക ഇതൊക്കെ കഴിക്കുക. അങ്ങനെയൊക്കെ ആയിട്ട് നിന്നാൽ തന്നെ ഒരുവിധം നല്ല ഇമ്മ്യൂണിറ്റി കിട്ടും.